കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 51-ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. അന്ധകാരത്തിൻ്റെ സന്തതികൾക്കെതിരെയുള്ള മുന്നറിയിപ്പ്. എൻ്റെ മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം മഹാപീഡനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതിനായി ദൈവത്തിൻ്റെ ശത്രു അവിശ്രാന്തം പ്രവർത്തിക്കുന്നു. എല്ലായിടത്തും ദുഷ്ടത പടർന്നു പിടിച്ചു കഴിഞ്ഞു. അനുഷ്ഠാനങ്ങളെല്ലാം വെറും ഫാഷൻ മാത്രമായി മാറിക്കഴിഞ്ഞു. തിന്മ ചെയ്യുക എന്നത് എല്ലാവർക്കും ഒരു ജീവിതശൈലിയും ആയി മാറിയിരിക്കുന്നു. അന്ധകാരത്തിൻ്റെ സന്തതികൾക്ക് അനുവദിക്കപ്പെട്ട സമയമാണിത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ ആരോടും പറയാൻ പോകരുത്. എന്തെന്നാൽ പിശാചും അവൻ്റെ പിണിയാളുകളും ലോകമെങ്ങും ചുറ്റി നടക്കുകയാണെന്ന കാര്യം നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ സാത്താൻ ആവേശിച്ച വ്യക്തികളുണ്ട്. നിങ്ങളെ ഉപദ്രവിക്കാനും നിങ്ങളുടെ ആത്മാക്കളെ മോഷ്ടിക്കാനുമായി അവർ ചുറ്റി നടക്കുകയാണ്. നഷ്ടപ്പെടാത്ത ഒന്നിനെ തേടി അലഞ്ഞു നടക്കേണ്ടതില്ല. അതായത്, ഇപ്പോഴും അനേകർ തങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞു നടക്കുകയാണ്. ഉദ്ദിഷ്ടകാര്യം സാധിക്കാത്തതിൽ നിരാശരായ അവർ അവിടെയും ഇവിടെയും പോകുന്നു. മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാതെ മനുഷ്യരുടെ അടുത്തേക്ക് പോകുന്നു. അവർ പിശാചിൻ്റെ ശുശ്രൂഷകരുടെ കരം ഗ്രഹിക്കുന്നു. പിശാചിൻ്റെ ശുശ്രൂഷകരാകട്ടെ അവരുടെ ആത്മാക്കളെ അപഹരിക്കുകയും ചെയ്യുന്നു. നന്ദിഹീനരായ മക്കളെ ഓർക്കുക. ദൈവത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ തേടുക. ഏകാഗിയായി സക്രാരിയിൽ തടവുകാരനെ പോലെ ഇരിക്കുന്ന കർത്താവിനെ തന്നെ തേടുക. അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമായി സമ്പത്തിനേക്കാൾ വിലയേറിയവ ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. സമാധാനം, ആനന്ദം, സംതൃപ്തി, ജീവൻ എല്ലാം സമൃദ്ധമായി നിങ്ങൾക്ക് ലഭിക്കും. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ തേടുക. മറ്റെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും.